നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 16-17 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 15 രാത്രി 11:58 PM മുതൽ ജൂലൈ 18 വെളുപ്പിന് 3:39 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിലെ പ്രധാന ഗ്രഹമാറ്റം സൂര്യൻ്റെതാണ്. അത് ജൂലൈ 16 വൈകിട്ട് 5:32 PM സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ ബുധനുണ്ട്. അപ്പോൾ രവി ബുധയോഗം, ബുധാദിത്യ യോഗം രൂപീകരിക്കപ്പെടുന്നു. കൂടാതെ ചന്ദ്രൻ്റെ 4ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഗജകേസരി യോഗം ഉണ്ട്. പിന്നെ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ മാളവീയ യോഗം. ഓക്കെ, അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട യോഗങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും ദോഷാധിക്യമുള്ളവർക്ക് ഒരു 10% ആനുകൂല്യം കിട്ടും. തീർച്ചയായിട്ടും നല്ല ടൈമുള്ളവർക്ക് 10% പ്രത്യേകം എക്സ്ട്രാ ബോണസ് ഗുണാധിക്യം വരും. പക്ഷെ ഇവിടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ജൂലൈ 16 വൈകിട്ട് 5:32 PM സൂര്യൻ മാറുമ്പോൾ 2 രാശിക്കാർക്ക് ദോഷാധിക്യം വരുന്നു. അതിൽ കൂടുതൽ ദോഷാധിക്യമുള്ളത് ചിങ്ങം രാശിക്കാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം, അവരുടെ കാര്യം ആദ്യം പറയാം. ചിങ്ങം രാശിക്ക് വ്യാഴം മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷേ പ്രധാനം ഇവർക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ചിങ്ങം രാശിക്ക്. പ്രത്യേകിച്ച് 16 തീയതി വൈകിട്ട് 5:32 PM ജൂലൈ 18 3:39 AM വരെയും ഇവർക്ക് അത്യധികം ദോഷാധിക്യമുള്ള സമയങ്ങളാണ്. വളരെയധികം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇവർ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക, പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക. 7 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചന്ദ്രനും ശനിയും അഷ്ടമത്തിലാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇവർ ഒരു സന്യാസ ജീവിതം നയിക്കുക. വെറുതെ ഇറച്ചിയും മീനും മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല. എല്ലാ തരത്തിലും അത്യധികം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഇവർ പ്രത്യേകിച്ച് വാഹനപാഠങ്ങൾ അതുപോലുള്ള എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ച് ഇവർ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ഈ ദോഷാധിക്യം ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എങ്കിലും ഇവർക്ക് 11ാം ഭാവത്തിൽ വ്യാഴം ഉണ്ട്. അതുകൊണ്ട് ദോഷഫലങ്ങൾ അത്യാവശ്യം കുറഞ്ഞിരിക്കും. എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിലേ നമുക്ക് ഈ അത്യധികം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ പറ്റും. ചിങ്ങം രാശിക്കാർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവിധ ദോഷാധിക്യം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു രാശിക്ക് ദോഷാധിക്യം ഉണ്ട്. എങ്കിലും അവർക്ക് ചിങ്ങം രാശിയുടെ അത്രയും ദോഷാധിക്യമില്ല. അവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ശനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. സൂര്യൻ, ബുധൻ, അതായത് ഈ പ്രശ്നം വരുന്നത്
ജൂലൈ 16 വൈകിട്ട് 5:32 PM മുതലാണ് ഈ രാശിക്കാർക്ക്. അത് കർക്കിടകം രാശിയാണ്. പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 16 തീയതി വൈകിട്ട് 5:32 PM മുതൽ സൂര്യൻ അവരുടെ ജന്മത്തിലേക്ക് വരികയാണ്. അതേസമയം ചന്ദ്രനും ശനിയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട്. എങ്കിലും 11ാം ഭാവത്തിൽ ഇവർക്ക് ശുക്രനുള്ളത് ആശ്വാസമാണ്. എങ്കിലും സൂര്യൻ, ബുധൻ, സർപ്പം, വ്യാഴം ഇവയൊക്കെ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. തീർച്ചയായിട്ടും ഇവരും എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ച് അനുഷ്ഠിച്ച് ഈ ദോഷാധിക്യം ഗുണാധിക്യമായിട്ട് ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അവർക്കതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആദ്യം മുതൽ മേടൻ രാശി തൊട്ട് ഫലം പറയാം. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രനും ശനിയും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഈ 2 ഗ്രഹങ്ങളാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്, വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത്. പിന്നെ ഇവർക്ക് ശുക്രൻ, ബുധൻ, സർപ്പം, ശിഖി ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു, ഡയറക്റ്റായിട്ട്. അപ്പോൾ 3 ഗ്രഹങ്ങൾ ഏകദേശം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവാം. പൊതുവെ മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഇവർക്ക് മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബാക്കി ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ശുക്രനും വ്യാഴവും കൂടിച്ചേർന്ന് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും, ദൈവാധീനമുള്ള സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ 16 തീയതി 5:32 PM മുതൽ വൈകിട്ട് അനുകൂലമായിട്ട് വരുന്നു കർക്കിടകം രാശിയിൽ. കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഒക്കെ ലഭിക്കും. പിന്നെ ശനിയും ചന്ദ്രനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഇവർക്ക് സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസങ്ങളാണ്. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയും വ്യാഴവും അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ
ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബാക്കി 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്തും ഇവർക്ക് നേട്ടം ഉണ്ടാവും. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഈ ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തുമൊക്കെ നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ്. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശിയുടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. കർക്കിടകം രാശിയുടെ ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ ചിങ്ങം രാശിയുടെയും ഫലം ആദ്യം തന്നെ പറഞ്ഞു. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് വിവേകപൂർവം കൈകാര്യം ചെയ്യുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രത്യേകിച്ച് സൂര്യനും ബുധനും ഇവർക്ക് ലാഭസ്ഥാനത്ത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അത്യധികം ഗുണാധിക്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇവർക്ക് ഈ കർക്കിടക മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. പൊതുവെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഒരു ഗ്രഹവും ഇതിനകത്ത് പ്രതികൂലമില്ല, ഗുണദോഷ സമ്മിശ്രമില്ല. 9 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സൂര്യൻ ജൂലൈ 16 വൈകിട്ട് 5:32 PM കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. അപ്പോൾ ജൂലൈ 16 വൈകിട്ട് 5:32 PM മുതൽ ജൂലൈ 18 വെളുപ്പിന് 3:39 AM വരെ ചന്ദ്രനും അനുകൂലമാണ്, സൂര്യനും അനുകൂലമാണ്, എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. അപ്പോൾ ഇവർ ഈ ബമ്പർ എടുക്കുന്നെങ്കിൽ ജൂലൈ 23 ബമ്പർ എടുക്കുന്നെങ്കിൽ 18-ാം തീയതി ഉച്ചയ്ക്കൊരു 12:15 ആകുമ്പോൾ ബമ്പർ എടുക്കുക. ഏറ്റവും നല്ല സമയം. തുലാം രാശിക്ക് 23-ാം തീയതിയേക്ക് ബമ്പർ എടുക്കാൻ പറ്റിയ സമയമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്തും സാധിക്കുന്ന ദിവസങ്ങളാണ് ഈ സമയം. അതായത് 16-ാം തീയതി വൈകിട്ട് 5:32 PM മുതൽ ഏതാണ്ട് 19-ാം തീയതി വരെ 17, 18, 19 തീയതികളുടെ ഫലങ്ങൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. തുലാം രാശിക്ക് 9 ഗ്രഹങ്ങളും അനുകൂലം, ഘനഗംഭീരമായ സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നു. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തുലാം രാശിയുടെ രാശിഫലമാണ്. പക്ഷേ നിങ്ങളുടെ ഗ്രഹനിലയിൽ മറ്റേ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ച്
ആ രാശിയുടെ ഫലം നിങ്ങൾക്ക് വരും. എനിക്ക് കർക്കിടകം ലഗ്നമാണ്, അപ്പോൾ കർക്കിടകം രാശിയുടെ ഫലവും എനിക്ക് വരും. അത് അത്ര വലിയ ഗുണകരമൊന്നുമല്ല. എന്തായാലും ഈ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. എന്തായാലും തുലാം രാശിക്ക് 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് 16-ാം തീയതി 5:32 PM മുതൽ. ഓക്കെ, അത് 18 കഴിഞ്ഞിട്ട് 18-ന് ജൂലൈ 18-ന് വെളുപ്പിന് 3:39 AM ചന്ദ്രൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കും. അതും നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ 18-ാം തീയതിയും 19-ാം തീയതിയും ഫലങ്ങൾ ഇവർക്ക് അനുകൂലം തന്നെ, ഏതാണ്ട് സിമിലറായിട്ടുള്ള ഇത് തന്നെ. എങ്കിലും അതിൻ്റെ കറക്റ്റ് ടൈമിങ് അത് ഞാൻ നോക്കിയില്ല, 19-ാം തീയതി എത്ര മണി വരെ ഉണ്ടെന്നുള്ളത്. അത് മിക്കവാറും 20-ാം തീയതി രാവിലെ വരെ ഉണ്ടാവും. എന്തായാലും പ്രായോഗികമായിട്ട് 17, 18, 19 തീയതികൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഘനഗംഭീരമായ നേട്ടങ്ങൾ നേടാനുള്ള സമയമാണ്. അത് നിങ്ങൾ വിവേകപൂർവം, കൗശലപൂർവം, ബുദ്ധിപൂർവം നിങ്ങൾ ഈ നല്ല സമയം വിനിയോഗിക്കുക. ഓക്കെ, തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഘനഗംഭീര നേട്ടങ്ങൾ നേടാൻ പറ്റിയ ദിവസങ്ങളാണ് 16-ാം തീയതി 5:32 PM മുതൽ ഏതാണ്ട് 19-ാം തീയതി രാത്രി വരെ. ഓക്കെ, ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ചൊവ്വയാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. 7 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, പിന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ്. വൃശ്ചികം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യൻ ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നു. അഷ്ടമത്തിലാണ് സൂര്യൻ വരുന്നത്. എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ആ ദോഷം അല്പം കുറയും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്, ശനി പ്രതികൂലമാണ്, കണ്ടകശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം 7-ാം ഭാവത്തിൽ ദാമ്പത്യ സുഖം, പ്രണയ ജീവിതത്തിലും മറ്റുമൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. 7-ാം ഭാവത്തിലാണ് വ്യാഴം, ദൈവാധീനമുണ്ട്. ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭ്യമാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. സർപ്പം അനുകൂലമാണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം മാത്രമല്ല, അല്പം ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്ര ആയിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ ശനി അനുകൂലം, ചന്ദ്രന് അനുകൂലം, ശുക്രന് അനുകൂലമാണ്. 5-ാം ഭാവത്തിൽ
എങ്കിലും വ്യാഴം 6-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അഷ്ടമത്തിൽ ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സർവകാര്യ വിജയം, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പിന്നെ ചന്ദ്രനും ശുക്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ മനസ്സിനും ശരീരത്തിനുമൊക്കെ അല്പം ആശ്വാസം കിട്ടുന്ന, നിങ്ങൾക്ക് അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിന് ആശ്വാസം കിട്ടുന്ന സമയമാണ്. അതുപോലെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനി മോശമായിട്ട് നിൽക്കുന്നു. സർപ്പം ലഗ്നത്തിൽ നിൽക്കുന്നു. പിന്നെ ചൊവ്വ ഇവർക്ക് 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് വിവേകപൂർവം നമ്മൾ പരിഹരിക്കാം. പിന്നെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ദൈവാധീനമുള്ള സമയമാണ്. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. കൂടാതെ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. കൂടാതെ ഇവർക്കിപ്പോൾ രവി ബുധ യോഗം, അതായത് 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അത് കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം ഇവ അനുഭവപ്പെടും. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ പറ്റുകയും അത് ഉടനെ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റും. ആ സുഹൃത്ത് ബന്ധം കൊണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇവർക്ക് കർക്കിടക മാസം മുഴുവൻ തൊഴിൽ രംഗത്ത് അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കർക്കിടക മാസം മുഴുവൻ കുംഭം രാശിക്ക്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ജന്മശനിയാണ്. എങ്കിലും ഇവിടെ ചന്ദ്രൻ ജന്മത്തിൽ വന്നതുകൊണ്ട് അല്പം ആശ്വാസം ലഭിക്കും. ശനിയാഴ്ച വ്രതമെടുത്ത് ഒരു ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആഴ്ചയിൽ 7 ദിവസവും ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. 6-ാം ഭാവത്തിൽ അനുകൂലമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം. പിന്നെ ചന്ദ്രൻ ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ, ശാരീരികവും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറി ബെറ്ററായിട്ടുള്ള ടൈം വരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 16/7/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 7, 2, 9, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 17/7/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 7, 2, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 16, 17 തീയതികളിൽ രാവിലെ 4:39 AM മുതൽ രാവിലെ 5:27 AM വരെയാണ്. 16, 17 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. 16-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. 17-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ്. 17-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 16-ാം തീയതി
രാഹുകാലം ഉച്ചയ്ക്ക് 12:32 PM മുതൽ ഉച്ചയ്ക്ക് 2:07 PM വരെയാണ്. 16-ാം തീയതി രാഹുകാലം. 17-ാം തീയതി ഉച്ചയ്ക്ക് 2:07 PM മുതൽ ഉച്ചയ്ക്ക് 3:41 PM വരെയാണ്. 17-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 16-ാം തീയതി ബുധനാഴ്ച പച്ച, 17-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ഐശ്വര്യവും എല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.